ജാൻസ്, ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സൗരവും രാഹുലും എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര പതുക്കെ അടിവെച്ച് ഇറങ്ങുന്നത്. പിന്നെ വൈദവേ സൗരവിൻ്റെ അടുത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ബാങ്കിൽ ജോലി കിട്ടിയ കാര്യം. അപ്പം ഇപ്പോഴേ പറയത്തുള്ളൂ, സർപ്രൈസ് ആയിരിക്കും അവന്. ഇതാരിത്? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. താങ്ക് യു. കൊള്ളാവോ? എൻ്റെ ഉടുപ്പിനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യടാ തുറന്ന് മൈക്ക് പിടിക്ക്, മൈക്ക് വെച്ചോ. ഗേറ്റ് അടയ്ക്കട്ടെ. ഓക്കെ, ഷട്ട് അപ്പ്. 7 മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് 8:45 വന്നിട്ട് ലേറ്റ് ആക്കാതെ വരെ. ഇത് അറിയുന്നില്ലല്ലോ. ആ മൈക്ക് അവന്റെ കയ്യിലോട്ട് കൊടുക്ക്. വളരെ നേരത്തെ എത്തിയല്ലോ രണ്ടുപേര്. അതെ, ഒരു മണിക്കൂർ സത്യം പറ. നീ എഴുന്നേറ്റിട്ട് പിന്നെ അവിടെ പോയി? ഞാൻ വണ്ടിയുടെ താക്കോൽ എടുക്കാൻ പോയിരുന്നു. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി. താങ്ക് യു. അപ്പൊ ജാൻസ് നമ്മൾ പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ രാവിലെ അതെ സോറി, എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇത്തിരി കേക്ക് കഴിച്ചേക്കാന്ന് വെച്ച് രാവിലെ തന്നെ പല്ല് തെച്ചോ. സോറി ജാൻസ്. അപ്പം സോറി, ആക്ച്വലി നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന പറ. ആക്ച്വലി എനിക്കറിയില്ല. ഞാൻ സത്യത്തിൽ ഒരു പെയ്ഡ് കൊളാബ് ഷൂട്ട് ഉണ്ട് എന്നും പറഞ്ഞാണ് ഇവനെ വിളിച്ചു വരുത്തിയത്. പക്ഷെ സത്യത്തിൽ നമ്മൾ അതിനല്ലേ പോകുന്നത്. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ടാ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞു കൊടുക്കേട്ടാ. പറ, ചേട്ടൻ റിവീൽ ചെയ്യുന്നതാണോ സർപ്രൈസ്? അതെന്താ? ശരി, ഞാൻ പറയാം. എനിക്ക് ആക്സിസ് ബാങ്കിൽ ജോലി കിട്ടി. ഏത് മറ്റേ അയ്യോ റോഡ് നില്ല ഞാൻ എവിടെയെങ്കിലും ഒതുക്കിട്ട്. ശരിക്കും സത്യം ഇന്ന് ഫസ്റ്റ് ഡേയാ. എന്നെ ഇന്റർവ്യൂവിന് ഇവനാണ് ജെൻസ് കൊണ്ടുപോയത്. അതെ, ഇന്ന് ഫസ്റ്റ് ഡേ. ഞാൻ നല്ല ഡ്രസ് ഇട്ടിട്ട് നിങ്ങളല്ലല്ലോ, ഞാനല്ലേ അതോടു. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. സോ നമുക്ക് പത്മനാഭന്റെ അടുത്ത് വന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഒരു തേങ്ങ പഴവങ്ങാടി ഇപ്പൊ തേങ്ങ അടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് എനിക്ക് കൃത്യം 8:55 എനിക്ക് അതിനകത്ത് പഞ്ച് ചെയ്ത് കയറണം. ഇപ്പൊ മണി 8:10 നടക്കും ഇത്. എന്ത് പറയണ്ടേന്ന് എപ്പൊ പറഞ്ഞിറങ്ങാനായിട്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് പേടിയാ, ജോയിൻ ചെയ്യാനാ പോകുന്നത്. ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. ശരിക്കും കിട്ടിയാ? ആടാ, ഇനി ഞാൻ ട്രിവാൻഡ്രത്താ. 2 മാസം കഴിഞ്ഞ് കൃഷ്ണൻ വരും ഇങ്ങോട്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. PG അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോവല്ലോ ഇങ്ങോട്ട്. ഇപ്പോഴും വിശ്വാസമായിട്ടില്ലല്ലേ? അല്ലല്ലോ, ഒറിജിനലായിട്ട് കിട്ടി. എന്തോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടോ? ഉണ്ട്, ബ്ലോഗ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എടാ, എത്ര പേരുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് പോയപ്പോ. സത്യം. ഏത് ബ്രാഞ്ചാ? പട്ടത്ത് തന്നെ കിട്ടിയോ? അതെങ്ങനെ? പട്ടം അല്ലെങ്കിൽ പാറ്റൂര് വേണമെന്ന് അന്നേ പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെക്കുന്നതിന് മുന്നേ അവര് നമ്മളോട് കൂടെ ചോദിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും നിയർ ബൈ ഡിസ്റ്റൻസ് ഇതായതുകൊണ്ടും ഞാനിവിടെ ഹോസ്റ്റലിൽ സ്റ്റേയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡിസ്കസ് ചെയ്ത് നല്ല പാക്കേജ് ഉണ്ട്. എടാ, ഗ്ലാസ് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ കാറ്റടിക്കും. എന്നാലും എത്ര പേരുണ്ട്? ഞങ്ങള് കേറി ചെന്നപ്പോ തന്നെ മറ്റേ ഡോറോട്ട് വരികയായിരുന്നു. അതിൽ എത്ര എന്നിട്ട് അത് പിക്ക് ചെയ്തു ആലോചിക്കുമ്പോ പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. 18 സംതിങ്, 18 പേർക്ക് എന്തോ പോസ്റ്റ്. അതെ, പിന്നെ അല്ലാതെ ജാൻസ് പൈസ കൊടുത്ത് പൊക്കി പറയിപ്പിക്കുന്നല്ല കേട്ടോ. സത്യമല്ലേ? ഞാൻ സത്യമായിട്ട് ഇടയ്ക്ക് വെച്ച് ചോദിച്ചില്ലായിരുന്നു കിട്ടിയ ഒരു വട്ടം ചോദിച്ചു. ഓൾറെഡി അന്ന് എനിക്ക് ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്നവരെന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് നേരിട്ട് ഒന്ന് സർപ്രൈസ് റിയാക്ഷൻ എടുക്കേണ്ടതുകൊണ്ടാണ് അന്ന് ഞാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞത്. ഒന്നും വലിയ മൈൻഡ് റെസ്പോൺസ് ചെയ്തില്ല ഞാൻ അതിന്. പക്ഷെ ഓൾറെഡി ആ സമയത്ത് കൃഷ്ണയ്ക്ക് അറിയായിരുന്നു എനിക്ക് കിട്ടിയെന്നുള്ള കാര്യം. ആദ്യമേ പത്മനാഭൻ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് അവരെ പിറ്റേ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞടാ
സെലക്ട് ആയെന്ന് മെയിൽ വന്ന്. സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പോയ കാര്യം പോലും നീ അറിഞ്ഞില്ല. ഇല്ല, അത് ഭയങ്കര സീക്രട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. ചേട്ടനെ ഇവിടെ എത്തിയപ്പോ വിളിച്ചു പറഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് വിളിക്കാൻ പറഞ്ഞു. എല്ലാം വളരെ സ്മൂത്ത് ആക്കി നമ്മൾ ചെയ്തു. അപ്പൊ ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടോ പണി? പിന്നെ ഇനി എന്നും വൈകുന്നേരം വരെ ഉണ്ട് പണി. ചോറൊക്കെ കെട്ടിയെടുത്ത? ചോറൊന്നും ഇല്ല, ചോറൊക്കെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കണം. കഴിക്കാം. എടാ ഹാപ്പി ആണോ നീ? മുഖത്തെ പുഞ്ചിരി കണ്ടില്ലേ? എനിക്ക് ജോലി കിട്ടിയ പോലെ വീട്ടിൽ പറഞ്ഞ പിന്നെ വീട്ടിൽ പറയാതെ ഞാനത് അതല്ല വീട്ടില് പറഞ്ഞു. അച്ഛന് പ്രത്യേകിച്ച് റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആർക്കും ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഇതിനു മുന്നേ നമുക്ക് പല ഓഫറും വന്നിട്ടുള്ളൂ. പക്ഷെ അതെ, യെസ്, ഇതാണ് എന്റെ പുതിയ ഹോസ്റ്റലിലോട്ടുള്ള വഴി. ഇനി എപ്പോ ഞാൻ പറഞ്ഞാലും കാറുമായിട്ട് വന്ന് വിക്ക് ചെയ്തോളാം. അങ്കിള് മറ്റേ അന്നാള് തന്നെ ഒരുമാതിരി ബാങ്ക് ജോലിക്ക് പോണ്ട. അച്ഛൻ ഇപ്പോഴും എന്നെ മറ്റേ കളക്ടർ IAS രൂപത്തിൽ നിന്ന് തന്നെ താഴത്തോട്ട് തന്നെ ഇറക്കി വെക്കാൻ പറ്റിയിട്ടില്ല. വ്ളോഗിങ് തന്നെ നമ്മുടെ വ്ളോഗിങ് തന്നെ യൂട്യൂബ് വ്ളോഗിങ് തന്നെ ഭയങ്കര റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ സമ്മതിച്ചത്. അറിയാലോ, നമ്മുടെ മുല്ലയ്ക്ക ചെറുപ്പിന് ശേഷം അമൃത ടിവിയിലൊക്കെ പ്രോഗ്രാമിന് ശേഷമാണ് ഇതിപ്പോ. ഇത് രസം അതല്ല, അതൊക്കെ യൂട്യൂബ് വ്ളോഗിങ്ങിന് ചെലവാക്കാൻ വേണ്ടിയുള്ള പൈസ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് വരുന്നത്. വീട്ടുകാരത്ത് ചോദിക്കണ്ട, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പൈസ ഇനി പലിശക്കൊക്കെ കൊടുത്തു തുടങ്ങാം. ഒരു ദാദാ ദേവി ബൈ ബൈ. അയ്യോ, അപ്പൊ അതൊക്കെയാണ് ഞാൻ സംഭവം. ഇത് ജോലിയുടെ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? പോസ്റ്റ് എന്താണ് അതൊന്നും പറഞ്ഞില്ലല്ലോ. അസിസ്റ്റന്റ് മാനേജർ. ബാങ്കിന്റെ എടാ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞ എന്റെ കൂടെ 10 പേര് എന്നെ അസിസ്റ്റ് ചെയ്യാനുണ്ടെന്നല്ല, ഞാനൊരു മാനേജറിന്റെ അസിസ്റ്റന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അത് തന്നെ, ബാങ്ക് മാനേജറിന്റെ അസിസ്റ്റന്റ് മാനേജർ. നമുക്ക് മേളില് കാണും. ലോൺ എടുത്തു. നമുക്ക് മേളിൽ ഒത്തിരി പോസ്റ്റിംഗ് ഉണ്ട്. വേറെ ആർക്കെങ്കിലും ലോൺ എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താ എടുത്ത് ഫോളോ ചെയ്യുക. എന്നെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് സിവിൽ സ്കോറും കൂടെ വേണം. സിവിൽ സ്കോർ ഉള്ളവര് ദയവായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. എന്റെ പൊന്നു മക്കളെ, ശരി, നമ്മളിവിടെ അമ്പലത്തിന്റെ ഇവിടെ എത്തി. പോയി പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങാം. ഇവിടെ പാർക്കിംഗ് ഉണ്ടോ? ബാഗ് എടുത്തോണേ. അത് കയറുന്നുണ്ടോ? അകത്തൊന്നും കയറുന്നില്ല. അകത്ത് കയറി ഇറങ്ങുവാണെങ്കിൽ ഹാഫ് ഡേ ലീവ് എടുക്കേണ്ടി വരും. എനിക്കിവിടെ സർപ്രൈസ് ഉണ്ട്. കൃഷ്ണയ്ക്ക് കഴിഞ്ഞ 5000 രൂപ ലോട്ടറി അടിച്ചായിരുന്നു, നമ്മള് പറഞ്ഞായിരുന്നു. വിളിക്കട്ടെ. എടാ ഇപ്പൊ ഉറങ്ങുമായിരിക്കും, അവളെ എടുക്കത്തില്ല. കറക്റ്റ് 5 രൂപ അടിച്ചടാ. 5000 രൂപ അടിച്ചു. 2500 എനിക്ക്. അല്ല, അതൊക്കെ അപ്പൊ തന്നെ തീർന്നു. ലോട്ടറി അടിച്ചിട്ട് വീട്ടിലെ കറണ്ട് ബില്ല് വന്നു, അപ്പൊ തന്നെ അടച്ചു തീർത്ത്. നമ്മുടെ ഡോൾബീനൊക്കെ ഒരു വട്ടിയതേ കിടക്കുന്നു. അങ്ങനെ അമ്പലത്തിൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുവാണ്. ഇപ്പൊ ടൈം 8:30. 8:55 എനിക്ക് അവിടെ ലോഗിൻ ചെയ്യണം. എന്റെ മാല എങ്ങനെയുണ്ട്? ഇൻവിസിബിൾ നെക്ക് ചെയിൻ. ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്ന, ജോലി കിട്ടിയ എന്റെ സന്തോഷത്തില്. അവളുടെ പേജ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി ചെക്കൗട്ട് ചെയ്യണേ. പാതിരപ്പള്ളി തന്നെ ഉള്ളതാ. അവൾക്ക് സെൽഫായിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. നമ്മൾ ഇന്നാല് ചെറുപ്പിന് പോയപ്പോ കണ്ട ആ ഒരു ഇതാണോ? അല്ല, നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. ഇവള് ചെന്നൈ ബേസ്ഡ് സെറ്റിലാ. അപ്പം ആലപ്പുഴ വന്നപ്പോ എനിക്ക് തന്നു. അപ്പൊ ഇനി സമയം ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നിടത്ത് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്കില്. അങ്ങനെ ബാങ്കിനകത്ത് കയറി ഫസ്റ്റ് ഡേ തന്നെ വ്ലോഗ് ചെയ്ത് എനിക്ക് ജോലി കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബാങ്കിന്റെ വാതിക്കെ വരെയുള്ള സീൻ കാണിച്ചാൽ എന്നിട്ട് നമുക്ക് വൈകിട്ട് ചെയ്യാം. എന്റെ ഉടുപ്പിനെ പറ്റി ആരും 2 വാക്ക് ഇതുവരെ പറഞ്ഞില്ല. ഒരു റിസപ്ഷൻ ലുക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ലുക്കല്ലേ? പറഞ്ഞോട് കേട്ടാ, അറിയത്തില്ല. അമ്മ വാങ്ങിച്ചെന്നാ ഒറ്റ കാര്യം, AC ക്യാബിൻ ഉണ്ടോ? ക്യാബിനില്ല. ഓ, സ്വന്തമായിട്ട് ക്യാബിൻ ഇല്ല അല്ലേ? ക്യാബിനൊന്നും ഇല്ല. സ്വന്തമായിട്ട് ക്യാബിനൊക്കെ ഇരിക്കണം, 1-2 വർഷം അവിടെ ഇരിക്കണം. പക്ഷെ അതിന് പിന്നെ ഞാൻ ഇറങ്ങും. പക്ഷെ സ്വന്തമായിട്ട് ഇതെങ്കിലും കാണൂലേ? നമ്മൾ അന്ന് പോയപ്പോ അവിടെ ഓരോ ചേച്ചി കമ്പ്യൂട്ടർ കാണും. കമ്പ്യൂട്ടർ നമുക്ക് സെൽഫായിട്ട് ഒരു ലാപ്ടോപ്പും കാണും, ഒരു ചെയറും കാണും. ബാക്കിയൊക്കെ ഇനി അവിടെ ചെന്നിട്ട് എന്താണെന്ന് നമുക്ക് ബാക്കി വീഡിയോസിൽ അപ്ഡേറ്റ് ആണത്താ. നമുക്കിനി നമ്മളിനി എപ്പോഴും വീഡിയോസ് ഒക്കെ എടുക്കൂടാ. ഇനി നമ്മളെ ട്രിവാൻഡ്രം വൈബാണ് ചാൻസ്. പൊന്മുടി കൊണ്ടുപോകണേടാ. എത്ര നാളുകൊണ്ട് പറയുന്നു. ഇപ്പൊ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് കോടയെന്നൊക്കെ പറഞ്ഞു.
നോക്കട്ടെ ഫസ്റ്റ് സാലറി കിട്ടുമ്പോ പറ്റുവാണെങ്കിൽ അപ്പൊ വീണ്ടും ഒരു മാസം സാലറി സാലറി കിട്ടും എനിക്ക് രാവിലെ ഇന്ന് നമുക്ക് കട മേടിക്കാം. ഈ മാസം ഇനി അടുത്ത മാസം കിട്ടുള്ളൂ. അടുത്ത മാസം എനിക്ക് ഈ മാസത്തെ കൂടെ ചേർത്ത് ഇപ്പൊ ഈ മാസം 16-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഈ മാസത്തെ കൂടെ ചേർത്ത് അടുത്ത മാസം കിട്ടുമ്പോ ഒരുമിച്ചായിരിക്കും കിട്ടുന്നത്. എന്ത് വേണം എന്ത് വേണം വിശക്ക് നാളെ തിന്നാൻ വാങ്ങിച്ചാൽ അയ്യോ ഒന്നും വേണ്ട സമയമില്ല. 1000 ദിവസം തന്നെ ലേറ്റ് ആവണ്ട. സംഭവം അതല്ല എന്റെ കയ്യില് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. സാധാരണ വരുമ്പോ ബ്ലോഗ് ഷൂട്ട് എന്നിട്ട് ഇവന് ഇന്നലെ മനസ്സിലായില്ല. എന്നാലും നീ അത് വിശ്വസിച്ചല്ലാടാ. ഒരു മാസത്തേക്ക് നിൽക്കാണ്ടുള്ള സാധനങ്ങളായിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ ഒരു ബക്കറ്റും കപ്പൊക്കെ അതൊന്നും കൊണ്ട് തരുമോ? എനിക്ക് ബക്കറ്റ് ഒന്നും പുതിയ വാങ്ങാൻ. അത് മാത്രമല്ല വേറൊരു മെത്തയാ മെത്തരിപ്പുണ്ടോ അവിടെ? അന്ന് അതും കൂടെ കൊണ്ടുതാടാ. ഞാനിപ്പോ ഒരു പൊട്ട ബെഡിലാ ഇപ്പൊ കിടക്കുന്നത്. ബെഡ് മേടിക്കണോ? വേണ്ട ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓൺ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കൊച്ചിന്റെ ഒരു ക്ലോസ് അപ്പ് എടുത്തോ, ഹായ് കാണിച്ചോ. പിന്നെ ബക്കറ്റ് സാധനങ്ങളൊക്കെ ഒന്നും എത്തിക്കണം. നീ എന്നെ വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരുമോ? അതോ ഞാൻ ബസ് പിടിച്ചു തരണോ? പിക്ക് ചെയ്യാൻ വരാം. ക്രിക്കറ്റ് പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്രിക്കറ്റ് ഒക്കെ ഞാൻ നിർത്തി. അപ്പൊ ഫസ്റ്റ് ഡേ എന്നെ കൊണ്ടാക്കുന്നതും വിളിച്ചോണ്ട് വരുന്ന ഇവരായിരിക്കും. നാളെ തൊട്ടെല്ലാം ഞാൻ സെറ്റ് ആക്കി. സെൽഫ് സഫീഷ്യന്റ് ഇല്ല. ഇറങ്ങുന്നതിന് 15 മിനിറ്റ് തന്നെ വിളിക്കാം. ഫോൺ എടുക്കണേ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 4:30 5 മണിക്ക് വിടും കേട്ടോ. ചിലപ്പോ ഉച്ചക്ക് ശേഷം വിടാൻ ചാൻസ് ഉണ്ട്. സ്കൂളിലെ ഫസ്റ്റ് ഡേ ഹാഫ് ഡേ. ഇതിലല്ലേ ചേരാൻ പോണ രാഹുലേട്ടൻ തക്സ് #1 രാഹുലേട്ടൻ ഫാൻസ് കമന്റിലോ. എന്താണ് എത്താത്തത്? ഇനിയും കിടക്കുന്നു കുറെ. എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ ഡോറ് തുറന്നോടാൻ നോക്കിയോണ്ട് ഫോൺ യൂസ് ചെയ്യുന്നതൊക്കെ എങ്ങനെ? അതിന്റെ അകത്ത് ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ സമയം കിട്ടത്തില്ല. അതൊക്കെ യൂസ് ചെയ്തോണ്ടിരിക്കാം. അപ്ഡേറ്റ് ചെയ്യണം എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതിയെന്ന്. ഫുഡ് ലൈറ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞപ്പോ സൗരം എന്തോടാ പറഞ്ഞത്? ഒരു ബൾബ് എടുക്കട്ടെ. കോമഡി പറയല്ലേടാ പ്ലീസ്. ടെൻസ്ഡ് ആണെന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഡീസന്റ് ആയിട്ടാണ് ഫസ്റ്റ് ഡേ ജോലിക്ക് വരുന്നത്. ഞാൻ ഇപ്പോഴും മറ്റേ 10 വയസ്സുള്ള പിള്ളേർ വരുന്ന കണക്ക്. അക്കയുടെ പേഴ്സണാലിറ്റി മാറ്റാത്ത, അവർക്ക് ഇന്റർവ്യൂ ബോർഡിന് വേണ്ടി മറ്റേ ഷേപ്പ് ചെയ്ത് മാറ്റാത്തത് കൊണ്ടാണ് അക്ക എടുത്തത്. ഇന്റർവ്യൂവിന് വന്നപ്പോഴും ഞാൻ നല്ല ചില്ലായിട്ടാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരാളെയാണ് അവരോട് പ്രതീക്ഷിക്കുന്നത്. അവിടെ പോയിട്ട് വരുന്നവരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. പൈസ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ലൈഫിൽ ഒരു വിലയുള്ളൂ ജാൻസ്. അതിപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഇടയിലാണെങ്കിലും റിലേറ്റീവ്സിന്റെ ഇടയിലാണെങ്കിലും നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു വിലയുള്ളൂ. എന്റെ പാഷൻ കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് ഒരുപാട് പൈസയുടെ ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ സിവിൽ സർവീസ് പഠിക്കാനായിട്ട് ആദ്യമായി ഈ ജില്ലയിൽ കാലുകുത്തിയ ഞാൻ ഇപ്പതേ ഒരു ബാങ്കിൽ ജോലിക്ക് കയറി. നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്ന ഓരോരോ ട്വിസ്റ്റുകളെ ഇനി ഇവിടെ തുടങ്ങുവാണ് എൻ്റെ ലൈഫിലെ പുതിയൊരു ചാപ്റ്റർ. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ട് വേണം നമുക്ക് യൂട്യൂബിൽ അടിപൊളി കോണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടേര്. അത് വായിക്കാനായിട്ട് ഞാനും എക്സൈറ്റഡ് ആണ്. സോ ബൈ ജാൻസ്, ലവ് യു, ടേക്ക് കെയർ.